അപ്പൊ ഈ 2019 അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ഏറ്റവും അടുത്ത 2024 പ്രവചനത്തില് അത് ഇപ്പൊ നമ്മളൊരു ഈ ലോക്സഭാ ഇലക്ഷന്റെ കാലഘട്ടമാണല്ലോ. അപ്പൊ ഇത്തവണ എങ്ങനെയായിരിക്കും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. അത് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പം കണ്ടശനിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഗ്രഹസ്ഥിതി, അതായത് ഗോചരശാസ്ത്ര പ്രകാരം കണ്ടശനി ആണെങ്കിലും അദ്ദേഹത്തിന് സമയം നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി. അതിനകത്ത് ഒരു സംശയമില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് 2019 ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല. 2019 അധികാരത്തിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചാനലിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് 2024 നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും. അന്ന് സീറ്റ് പ്രവചിച്ചില്ല. 350 സീറ്റിന് മുകളിൽ അവർക്ക് സീറ്റ് കിട്ടുമെന്ന് ഈ 91 ഡിസംബറിൽ ഞാൻ പ്രവചിച്ചു. 91 ഇത്തവണ അവർക്ക് 350 മുകളിൽ അവർക്ക് BJPക്ക് സഖ്യകക്ഷിയൊക്കെ കിട്ടും. എന്റെ ഒരു സംശയമാണ്. അതായത് ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം BJP ശക്തമാണ്. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ 2019 കേരളത്തിൽ BJPക്ക് സാധ്യതയില്ലായിരുന്നു. ഈ 2024 BJP അക്കൗണ്ട് തുറന്നില്ല കേരളത്തിൽ. അത് സുരേഷ് ഗോപി നല്ല രീതിയിൽ ഫൈറ്റ് നടത്തും. എങ്കിലും നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമാണ്. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ബേസിലെ വോട്ട് പ്രഡിക്ഷൻ അല്ല, ഇതൊരു സൈക്കോളജി ആയിട്ട് ഞാൻ പറയുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പ്രൊഡക്ഷനായിട്ട് പറയണമെങ്കിലും ഈ അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം വളരെ പക്ഷേ തിരുവനന്തപുരം തൃശ്ശൂരും അത് അവര് പറയുന്നതാണ്. എല്ലാവർക്കും നല്ലത് തന്നെയാണ്, വട്ടം തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ നമ്മൾ ജ്യോതിഷ ശാസ്ത്രം വെച്ച് അല്ലെങ്കിൽ നമ്മളിത് നോക്കുമ്പോഴത്തേക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്നത് സുരേഷ് ഗോപി മാത്രമേ. രാജീവ് ചന്ദ്രശേഖറിന് ഒരു സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖറിന് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു ഇതല്ലേ, അദ്ദേഹത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴും അങ്ങനെ ഒരു ഇത് വരണില്ല. തിരുവനന്തപുരത്ത് ഒന്നീ ശശി തരൂരോ പന്ന്യൻ രവീന്ദ്രനോ ജയിക്കാനുള്ള ഒരു ചാൻസേ ഉള്ളൂ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ സമയത്തിന്റെ കാര്യമല്ല, അദ്ദേഹത്തിന്റെ ഡേറ്റ ഒന്നും എൻ്റെ കൈ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ജ്യോതിഷത്തിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ ആരൊക്കെ ജയിക്കും എന്തൊക്കെ ജയിക്കുമെന്ന് നമുക്കറിയാം. പക്ഷെ എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് ശിവദീക്ഷ എടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരാളിനെയും വേദനിപ്പിക്കാൻ പറ്റില്ല. അതെൻ്റെ കസ്റ്റമറും അതിൽ എല്ലാവരും പറയുന്നുണ്ട്, സാർ അത് പറയരുത്, എനിക്ക് 10 വോട്ട് അവർക്ക് കിട്ടും അല്ലെങ്കിൽ 10 വോട്ട് ഇവർക്ക് കിട്ടില്ല. ആ കാരണം കൊണ്ട് ഞാൻ ആ പ്രവചനം ചെയ്യാറില്ല. ഇപ്പം പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണെങ്കിൽ എനിക്ക് സഹോദര ജ്യേഷ്ഠനെ പോലെയാണ്. അപ്പൊ എനിക്കത് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഉള്ള ഇത് ഇൻഡിവിജ്വലായിട്ട് പറയില്ല. ബാക്കിയുള്ള താങ്കൾ ചോദിച്ചാൽ പറയാം. എത്ര സീറ്റ് LDF കിട്ടും, എത്ര സീറ്റ് അതിലേക്ക് ഞാൻ വരുന്നു.